السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. أصدقائي الأعزاء، مرحبا بكم في قناة معلم اللغة العربية. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. 7ാം ക്ലാസ്സുകാരുടെ അറബിയാണ് ഞാൻ ഇന്ന് ഇവിടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 7ാം ക്ലാസ്സത്തെയും 9ാം ക്ലാസ്സിലേക്ക് അറബി പുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പാഠവും ഞാൻ പറഞ്ഞതൊക്കെ സെയിം തന്നെയാണ് അല്ലേ? അറബിയിൽ 7ാം ക്ലാസ്സിലത്തെ ആദ്യത്തെ പാഠം മൻസിലുൻ ലിസമീലി. മൻസിലുൻ ഒരു വീട്, ലിസമീലി കൂട്ടുകാരന് വേണ്ടി ഒരു വീട് എന്നാണ് ആദ്യത്തെ പാഠം. നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ അത്തദാമുൻ പരസ്പരമുള്ള ഐക്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലൊന്നാമത്തത് ഒരു പത്രവാർത്തയുമായി ബന്ധപ്പെട്ട കൂട്ടുകാരനൊരു വീട് എന്ന പാഠമാണ് മൻസിലുൻ ലിസമീലി. 3 പാഠങ്ങളാണുള്ളത്. 2ാമത്തെ പാഠം ഹിവാറാണ്, സംഭാഷണമാണ്. ലാ തഹ്സൻ, നീ ദുഃഖിക്കരുത് എന്നാണ് അതിൻ്റെ ഹെഡിങ്. 3ാമത്തേത് ഒരു പദ്യമാണ്, ഒരു പാട്ടാണ്, മൻലൂമാണ്. മൻലൂം എന്നാണ് അറബിയിൽ പറയുന്നത്. അതിൻ്റെ ഹെഡിങ് അത്തആവുൻ, പരസ്പരമുള്ള സഹായമാണ്, സഹകരണമാണ്. അപ്പോൾ ഐക്യത്തിനെ പറ്റിയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നത്. കൂട്ടുകാരനൊരു വീട് എന്നത് ആദ്യം നമ്മളെ പാഠത്തിൽ ഒരു വിദ്യാർത്ഥി, നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി, അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങി. ഞാനിപ്പോൾ തുടങ്ങിയത് അങ്ങനെയാണ്, പക്ഷെ അത് അറബിയിലാണ്. അറബിയിൽ എങ്ങനെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യുക, എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാതെ. അപ്പോൾ ഈ ഇവിടെയുള്ള ഈ വിദ്യാർത്ഥി, നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ ആ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ അവിടെ കാണുന്നുണ്ട് അല്ലേ? അൽ അസ്ഹാർ. എത്ര 8 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് പുതിയ ഇട്ട വീഡിയോൻ്റെ പേര്? തസ്ലീമുൽ ബൈത്ത്. തസ്ലീം എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുക, കൈമാറ്റം ചെയ്യുക എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ കുട്ടി പറയാണ് മർഹബൻ, നിങ്ങൾക്ക് സ്വാഗതം. ഇഖ്വാനി അൽ അഇസ്സ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാനിപ്പോൾ നിങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ വീഡിയോ ആരംഭിച്ചത്, നമ്മൾ ഈ പാഠം ആരംഭിച്ചത്? മർഹബൻ അസ്ദിഖാഇ അൽ അഇസ്സ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അല്ലെങ്കിൽ തുല്ലാബി അൽ അഇസ്സ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. ഇവിടെ കുട്ടി പറയുന്നത് എന്താ? ഇഖ്വാനി അൽ അഇസ്സ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. മർഹബൻ സ്വാഗതം, ബിക്കും നിങ്ങൾക്ക്. ഫി ഖനാത്തി, എൻ്റെ ചാനലിൽ. ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ എന്നുള്ള പ്രയോഗമാണ് അല്ലേ? അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. വളരെ അറബിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഫി എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ, ഫി ഖനാത്തി എൻ്റെ ചാനലിൽ, ഫിൽ മദ്രസത്തി മദ്രസയിൽ സ്കൂളിൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ, ഫിൽ ബൈത്തി വീട്ടിൽ. എൻ്റെ കൂടെ ഈ എന്ന് ചേർന്നാൽ ഫി ബൈത്തി എൻ്റെ വീട്ടിൽ, ഫി മസ്ജിദി എൻ്റെ പള്ളിയിൽ, ഫി മദ്രസത്തി എൻ്റെ സ്കൂളിൽ, ഫി ഖനാത്തി എൻ്റെ ചാനലിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അൽ അസ്ഹാർ. അൽ അസ്ഹാർ എന്താണ്? അൽ അസ്ഹാർ എന്ന് പറഞ്ഞാൽ കുസുമങ്ങൾ, പുഷ്പങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അൽ അസ്ഹാർ എന്ന് ഞാൻ പേരിട്ടിട്ടുള്ള എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത്. അൽ യൗം യൗമുൽ ബിഅ. അൽ യൗം, അൽ യൗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന്. യൗം എന്ന് പറഞ്ഞാൽ ദിവസമാണ്, ഏത് ദിവസമാകാം. പക്ഷേ അതിൻ്റെ കൂടെ അലിഫ്ലാം ഇട്ട അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് അർത്ഥം. നാളെ എന്നുള്ളതിന് എന്താണ് പറയുക? എന്താ പറയുക? ഗദൻ. ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ. ഇന്നലെ എന്നുള്ളതിന് എന്താ പറയുക? അറിയോ? അംസിൻ എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ.
നിങ്ങൾക്കറിയാത്തതൊക്കെ എഴുതിയെടുക്കാം. അപ്പോൾ അൽ യൗം, ഇന്ന് യൗമുൽ ബീഅ, പരിസ്ഥിതി ദിനമാണ്. അഖിഫു ഹാലിയൻ, അഖിഫു ഞാൻ നിൽക്കുന്നു, ഹാലിയൻ ഇപ്പോൾ, അമാമ ബൈത്തിൻ ജദീദ്, അമാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പിൽ എന്നാണ് അല്ലേ. നമ്മൾ എണീപ്പിച്ചൊക്കെ നിർത്തും ക്ലാസ്സിൽ മാഷന്മാർ, എന്താ പറയുക, ഹും, എല്ലാവരും എണീറ്റ് നിൽക്കും, ഹും നിൽക്കൂ, എന്നിട്ട് പറയും യമീൻ വലത്തോട്ട്, ഷിമാൽ ഇടത്തോട്ട്, എന്നിട്ട് ഇടത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, അമാം മുന്നോട്ട്. അപ്പോൾ വലതിന് യമീൻ, ഇടതിന് ഷിമാൽ, മുൻഭാഗത്തിനാണ് അമാം എന്ന് പറയുക. പിൻഭാഗത്തിന് എന്താ പറയുക? പിൻഭാഗത്തിന് വറാ എന്ന് പറയും, ഖൽഫ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. അമാം, യമീൻ, ഷിമാൽ, വറാ അല്ലെങ്കിൽ ഖൽഫ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തിന് എന്താ പറയുക? അപ്പോൾ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്, ഇതിൻ്റെ താഴെ ഭാഗത്തിന് തഹ്ത്ത് എന്നാണ് പറയുക. എന്താ പറയുക? തഹ്ത എന്ന് പറയും. ഓക്കെ. മുകളിൽ എന്നുള്ളതിന് ഫൗഖ ത്വാവില, ടേബിളിൻ്റെ മുകളിൽ, തഹ്ത ത്വാവില, ടേബിളിൻ്റെ താഴെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു വെക്കേണ്ടതാണ്. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ അഖിഫു ഹാലിയൻ, ഞാനിപ്പോൾ നിൽക്കുന്നത്, അമാമ മുമ്പിലാണ്, ബൈത്തിൻ വീടിൻ്റെ മുമ്പിലാണ്. അറബിയിൽ നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് അർത്ഥം നോക്കുക. അമാമ മുമ്പിൽ, ബൈത്തിൻ വീടിൻ്റെ മുമ്പിലാണ്, ജദീദിൻ പുതിയതായ ഒരു വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബനാഹു അതിനെ നിർമ്മിച്ചു. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ് അർത്ഥം. ബന നിർമ്മിച്ചു, ഹു അതിനെ. തുല്ലാബു ഹാദിഹിൽ മദ്റസ, തുല്ലാബു വിദ്യാർത്ഥികൾ, ഹാദിഹിൽ മദ്റസത്തി ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾ, ഈ മദ്രസയുടെ വിദ്യാർത്ഥികൾ. അത് മുളാഫ് മുളാഫിലേക്കാണല്ലേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ മദ്രസയുടെ വിദ്യാർത്ഥികൾ അല്ലേ. എൻ്റെ കുട്ടിയുടെ പേന, എങ്ങനെ പറയാ? കുട്ടിയുടെ പേന എന്ന് പറയുമ്പോൾ പേനയാണ് ആദ്യം പറയുക അറബിയിൽ. ഖലമു തോലിബി, വിദ്യാർത്ഥിയുടെ പേന. കലമ് ആദ്യം വരും. നമ്മൾ മലയാളം പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ പേന രണ്ടാമതായിരിക്കും വരിക. പക്ഷേ അറബിയിൽ പറയുമ്പോൾ പേന ആദ്യത്തിലാണ് വരിക. ഖലമു തോലിബി, വിദ്യാർത്ഥിയുടെ പേന. ഇനി അധ്യാപകൻ്റെ പുസ്തകം എന്നെങ്ങനെയാണ് പറയാം? പുസ്തകത്തിന് എന്താ പറയുക? കിതാബുൻ അല്ലേ. അധ്യാപകൻ എന്താ പറയുക? ഉസ്താദ് എന്ന് പറയും, മുഅല്ലിം എന്ന് പറയും, മുദരിസ് എന്ന് പറയും, ഒക്കെ പറയും അല്ലേ. ഓക്കെ, നമുക്ക് മുഅല്ലിം എന്നെടുക്കാം. അപ്പോൾ മുഅല്ലിം അധ്യാപകൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ പുസ്തകം ആണ് ആദ്യത്തിൽ വരുന്നത്. ഓക്കെ. കിതാബുൽ മുഅല്ലിമി, അധ്യാപകൻ്റെ പുസ്തകം, ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ. അപ്പോൾ ഈ മദ്രസേൻ്റെ വിദ്യാർത്ഥികളാണ് അതിനെ നിർമ്മിച്ചത്. ലീ എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടി. ലി ജമീലി കൂട്ടുകാരന് വേണ്ടി, ഹിം അവരുടെ, ലി ജമീലിഹിം അവരുടെ കൂട്ടുകാരന് വേണ്ടി നിർമ്മിച്ചു. ഐമൻ എന്ന അവരുടെ കൂട്ടുകാരനല്ല, ജമീൽ എന്ന് പറഞ്ഞാൽ സഹപാഠിയാണ്. സഹ പഠിതാവ്. സഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ പഠിക്കുന്ന ആൾക്കാണ് ജമീൽ എന്ന് പറയാം. അപ്പോൾ ഐമൻ എന്ന അവരുടെ സഹപാഠിക്ക് മദ്രസയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു കൊടുത്ത വീടാണത്. അതിൻ്റെ മുമ്പിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്താണ് ഈ നമ്മളെ വ്ളോഗർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യൂട്യൂബർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഹദമ ബൈതുഹു ഫീ ഫൈദാനാത്തിൻ ജാരിഫ. അത് നമ്മൾ പാഠം നല്ല ഉഷാറായിട്ട് പൂർണ്ണമായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. അറബി വായിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം അതിലെ വേർഡുകളൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. എന്നിട്ട് പിന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓരോ പാഠങ്ങൾ എടുക്കുമ്പോഴും ആ പേജ് നമ്പർ ഇട്ടിട്ട്, ഇപ്പോൾ പേജ് നമ്പർ 9 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? വഹ്ദത്ത് ഊല, ഒന്നാമത്തെ യൂണിറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് നല്ല വൃത്തിയിൽ തദാമുൻ എന്ന് എഴുതുക. അതിനുശേഷം ആദ്യത്തെ പാഠം മൻസിലുൻ ലി ജമീലിൻ എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ സൈഡിൽ എഴുതി കൊടുക്കുക. കൂട്ടുകാരനൊരു വീട്, പേജ് നമ്പർ 9 എന്നിടുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന വേർഡുകൾ നിങ്ങൾക്ക് അറിയാത്തത് അവിടെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം എന്ത് ചെയ്യുക? ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരട്ട് വെക്കുക. എന്നിട്ട് പിന്നെ നോട്ടിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ. ഇൻഹദമ തകർന്നു വീണു, ബൈത്തുഹു ബൈത്ത് വീട്, ഹു അവൻ്റെ, ബൈത്തുഹു അവൻ്റെ വീട്, കലമുഹു അവൻ്റെ പെന്ന്, ഇസ്മുഹു അവൻ്റെ പേര്,
കിതാബുഹു അവൻ്റെ പുസ്തകം, അബൂഹു അവൻ്റെ ഉപ്പ. ഓക്കെ, ഹു അവസാനം ചേർന്ന് വന്നാൽ അവൻ്റെ എന്നാണ്. ഇനി ഹാ എന്നായാലോ അവളുടെ എന്നായി. ഖലമുഹ അവളുടെ പേന, ഇസ്മുഹ അവളുടെ പേര്, കിതാബുഹ അവളുടെ പുസ്തകം എന്നിങ്ങനെ അവളുടെ എന്നായി മാറും. ഇൻഹദമ ബൈത്തുഹു അവൻ്റെ വീട് തകർന്നുപോയി. ആരത്? സഹപാഠിയായ ഐമൻ്റെ വീട് തകർന്നുപോയി. ഫീ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അല്ലേ? ഫിൽ ബൈത്തി വീട്ടിൽ. ഇവിടെ എന്താണ്? ഫീ ഫൈദാനാത്തിൻ വെള്ളപ്പൊക്കത്തിൽ. ഫൈദാനാത്ത് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ജാരിഫത്തിൻ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ അവൻ്റെ വീട് തകർന്നുപോയി. ഹദസത്ത് സംഭവിച്ച. ഫിസ്സനത്തിൽ മാദിയ കഴിഞ്ഞ വർഷത്തിൽ. ഫിസ്സനത്തി വർഷത്തിൽ, അൽ മാദിയത്തി കഴിഞ്ഞ വർഷത്തിൽ. കഴിഞ്ഞ വർഷം സംഭവിച്ച ശക്തമായ വെള്ളപ്പൊക്കത്തിൽ അവൻ്റെ വീട് തകർന്നിരുന്നു. കസീറും മിനന്നാസി ഫഖദു ഹയാതഹും ഫീഹ. കസീറും മിനന്നാസി ധാരാളം ജനങ്ങൾ, ഫഖദു അവർക്ക് നഷ്ടപ്പെട്ടു, ഫഖദു അവർക്ക് നഷ്ടപ്പെട്ടു, ഹയാതഹും അവരുടെ ജീവൻ. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, ജീവൻ എന്നൊക്കെയാണ് അർത്ഥം. ഹയാതഹും അവരുടെ ജീവൻ. ഫീഹ ആ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ആ കൂട്ടത്തിൽ ഐമന് അവൻ്റെ ജീവനൊന്നും നഷ്ടമായില്ല, അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ്റെ വീട് തകർന്നു പോയി. ഗുന ഇവിടെ. ഗുന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്നാണ് അർത്ഥം. ഗുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ. ഗുന ഇവിടെ. യുസ്ബിഹു ആയിത്തീരുന്നു. യുസ്ബിഹു എന്ന് പറഞ്ഞാൽ ആയിത്തീരുന്നു. നമ്മൾ കാന പഠിച്ചിട്ടുണ്ട് അല്ലേ? കാന ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കാന ആയിരുന്നു, യകൂനു ആകും. അതേപോലെ ഒന്നാണ് യുസ്ബിഹു. അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു, യുസ്ബിഹു ആയിത്തീരുന്നു അല്ലെങ്കിൽ ആയിത്തീരും. ഹുന ഇവിടെ, ഇവിടെയാണ്, ഈ സന്ദർഭത്തിലാണ്. യുസ്ബിഹു ആയിത്തീരുന്നത്. തുല്ലാബുന നമ്മുടെ വിദ്യാർത്ഥികൾ. തുല്ലാബുന തുല്ലാബ് വിദ്യാർത്ഥികൾ. നാ അവസാനം ഒരു നാ എന്ന് ചേർത്താൽ നമ്മുടെ എന്നാവും. നമ്മുടെ എല്ലാവരുടെയും. എൻ്റേന്ന് എങ്ങനെ പറയാ? അവസാനം ഒരു യാ ചേർത്താൽ മതി അല്ലേ? നമ്മൾ പറഞ്ഞു കലമി എൻ്റെ പേന, കിതാബി എൻ്റെ പുസ്തകം, ഉമ്മി എൻ്റെ ഉമ്മ, അബി എൻ്റെ ഉപ്പ. അവൻ്റെ എന്നെങ്ങനെ പറയാ? അബൂഹു അവസാനം ഹു ആണ് ചേർത്ത് കൊടുക്കുക. അവളുടെ എന്നെങ്ങനെ പറയാ? അവസാനം ഹാ എന്നാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഞങ്ങളുടെ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചേർത്ത് കൊടുക്കുക? ഞാ. ഇതൊന്നും വലിയ ടഫുള്ള വിഷയമല്ല. നിങ്ങളത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്ത് ചെയ്യുക? എൻ്റെ എന്നുള്ളത് ഒന്ന് ഹെഡിങ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ കിതാബി, കലമി, ദഫ്തരി, മദ്രസത്തി, ബൈത്തി, ഉമ്മി, അബി എന്നെഴുതുക. എന്നിട്ട് അവൻ്റെ എന്നെഴുതുക. കിതാബുഹു, കലമുഹു, അബൂഹു, ഉമ്മുഹു. പിന്നെ അവളുടെ എന്നെഴുതുക. കിതാബുഹ, കലമുഹ എന്നിങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ട് അത് എഴുതുക. പിന്നെ ഞങ്ങളുടെ എഴുതുക, അതിൻ്റെ നാം എഴുതുക. ഓക്കെ. അപ്പം അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാകും. നിങ്ങളുടെ ഓർമ്മയിൽ അത് അവിടെ ഉണ്ടാവും. കേൾക്കുമ്പോൾ വലിയ കാര്യങ്ങളൊക്കെ തോന്നും, പക്ഷേ സിമ്പിളാണ്. ഓക്കെ. നമ്മുടെ വിദ്യാർത്ഥികളായിത്തീരുന്നു. ഖുദ്വതൻ മാതൃകയായിത്തീരുന്നു. ലിമുജ്തമഇന നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന്. വഇസ്സതൻ അഭിമാനമായിത്തീരുന്നു. ലിവതനിന നമ്മുടെ നാടിന്. സയഖൂമു നിർവഹിക്കും. വസീറു തർബിയത്തി വത്തഅലീം മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിക്കാണ് വസീറു തർബിയത്തി വത്തഅലീം എന്ന് പറയുന്നത്. വസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും. ബിതസ്ലീമിൽ ബൈത്തിൽ ജദീദി, ബിതസ്ലീമി ഏൽപ്പിക്കൽ, അൽ ബൈത്തിൽ ജദീദി പുതിയ വീട് കൈമാറ്റം ചെയ്യുന്നത് മന്ത്രി നിർവഹിക്കും, കൈമാറ്റം ചെയ്യും. വഫ്തിതാഹി ഉദ്ഘാടനവും ചെയ്യും. അൽ ഹഫ്ലത്തി പരിപാടി. മസാ അഹാദൽ യൗം ഇന്നത്തെ ദിവസം വൈകുന്നേരം. മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ്. ഹാദൽ യൗം ഇന്ന്. നമ്മൾ പറഞ്ഞില്ലേ അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും
പുതിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് എന്നൊക്കെ പറയും. പുതിയ വീട് കൈമാറ്റം ചെയ്യുന്ന പരിപാടിയും ആര് നിർവഹിക്കും? വസീറു തർബിയത്തി വത്തഅലീം. പാദവാർഷികത്തിനൊക്കെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ ഇത്. വിദ്യാഭ്യാസ മന്ത്രി അത് നിർവഹിക്കും ഇൻഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ദൈവം വിചാരിക്കുകയാണെങ്കിൽ. സഅകൂനു മഅകും ഫി ഹാദൽ ഹഫ്ലിൽ ബഹീജ് ഇലൽ ലിഖാ. സഅകൂനു ഞാനുണ്ടാകും. സഅകൂനു എന്ന് പറഞ്ഞാൽ ഞാനുണ്ടാകും. മഅകും നിങ്ങളുടെ കൂടെ. മഅ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ എന്നാണ് അർത്ഥം. മഅകും നിങ്ങളുടെ കൂടെ. ഫി ഹാദൽ ഹഫ്ലിൽ ബഹീജ് സുന്ദരമായ ഈ പരിപാടിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ. ഇലൽ ലിഖാ. ഇലൽ ലിഖാ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് സി യു എന്ന് പറഞ്ഞുകൊണ്ട് പിരിയുമല്ലോ. ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക? സി യു, ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം കേട്ടോ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിയുമല്ലോ. പിരിയുമ്പം അറബിയിൽ പറയുന്ന വേർഡാണ് ഇലൽ ലിഖാ, വീണ്ടും കാണാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് നമ്മളുടെ പാഠം. ഇനി ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഹൽ തഅരിഫു അനിൽ ഫൈദാനാത്ത് അല്ലത്തി ഹദസത് ഫി ബിലാദിന ഫി സനവാത്തിൽ മാദിയ. ഹൽ തഅരിഫു, ഹൽ എന്നത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൽ ആണോ? തഅരിഫു നിനക്കറിയാമോ? അനിൽ ഫൈദാനാത്ത് വെള്ളപ്പൊക്കത്തെക്കുറിച്ച്. അല്ലത്തി എങ്ങനെയുള്ള വെള്ളപ്പൊക്കമാണ്? ഹദസത് അത് സംഭവിച്ചു. ഫി ബിലാദിന നമ്മുടെ നാട്ടിൽ. ഫിസ്സനവാത്തി വർഷങ്ങളിൽ. അൽ മാദിയ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലേ. ഇത് പുതിയ പുസ്തകമാണ്, അപ്പോൾ പുതിയ വിവരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയതായി സംഭവിച്ച നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പുസ്തകം പുതിയത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലേ 2018-ലും 2019-ലൊക്കെ പ്രളയം ഉണ്ടായി. 2018 എന്ന ഒരു സിനിമ തന്നെ ഇറങ്ങുകയുണ്ടായി. ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചു. അത്രയും നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അല്ലേ, ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അതിന് ഉത്തരം എഴുതുക? നഅം എന്ന് എഴുതും. എന്താണ് എഴുതുക? നഅം, അതെ എനിക്കറിയാം എന്ന് മാത്രം എഴുതിയിട്ട് നമ്മൾ അവസാനിപ്പിക്കരുത്. പിന്നെ തഅരിഫു എന്ന് പറഞ്ഞാൽ നിനക്കറിയും എന്നാണ്. ഹൽ തഅരിഫു നിനക്കറിയാമോ എന്നാണ്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലുള്ള ഹൽ തഅരിഫു എന്നത് കട്ട് ചെയ്തിട്ട് നഅം എന്ന് പറഞ്ഞതിന് ശേഷം അഅരിഫു എന്ന് പറയും. എന്താ പറയുക? അഅരിഫു. അഅരിഫു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യനിലുള്ള ബാക്കി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നഅം അതെ, അഅരിഫു എനിക്കറിയാം. അനിൽ ഫൈദാനാത്ത് അല്ലത്തി ഹദസത് ഫി ബിലാദിന ഫി സനവാത്തിൽ മാദിയ. അതാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, കൈഫ നതആമലു മഅൽ മുസാബീന ബിൽ കവാരിഫി ത്വബീഇയ്യ. കൈഫ എങ്ങനെയാണ്? കൈഫ ക്വസ്റ്റ്യൻ്റെ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഹൽ എന്ന് പറഞ്ഞാൽ ആണോ എന്നാണ്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. പിന്നെന്താണുള്ളത്? മത എപ്പോൾ. ഐന എവിടെ. മൻ ആരാണ്. മാ എന്താണ്. മാത അതും എന്താണ്. പിന്നെ ലിമാത എന്തിനു വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അയ്യു ഏത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള കൈഫ എങ്ങനെ. നതആമലു നമുക്ക് പെരുമാറാം. മഅ കൂടെ. മഅ നമ്മൾ പറഞ്ഞു അല്ലേ. മഅ എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ്. അൽ മുസാബീന ബാധിച്ച ആളുകൾ. എന്ത്? ബിൽ കവാരിഫ് ദുരന്തങ്ങൾ. അത്വബീഇയ്യ പ്രകൃതിപരമായ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച ബാധിക്കപ്പെട്ട പ്രകൃതി ദുരന്തത്തിന് ഇരയായ ആളുകൾ, പ്രകൃതി ദുരന്ത ബാധിതരോട് നമുക്ക് എങ്ങനെ പെരുമാറാം. എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? അവർ ആകെ തകർന്നിരിക്കുകയാവും അല്ലേ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നല്ലൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു അല്ലേ. നമുക്കെല്ലാവർക്കും വളരെ സുഖത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. അതിന് നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയണം. അവരിതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആളുകളാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീറ്റപ്പോൾ അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉരുൾപൊട്ടിയിട്ടും മറ്റും വെള്ളം വന്നിട്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ജീവൻ മാത്രം ബാക്കിയായ ആളുകൾ അല്ലേ. വീടൊക്കെ ഒലിച്ചു പോയി. അങ്ങനെയുള്ള ആളുകൾ അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം?
സ്നേഹത്തോട് കൂടി പെരുമാറണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നതആമലു, നമ്മൾ പെരുമാറണം. കൈഫ മാറ്റുക. കൈഫ എന്ന് വരുമ്പോഴാണ് അത് ചോദ്യമായി മാറുന്നത്. നതആമലു മഅൽ മുസാബീന ബിൽ കവാരിസി തബീഇയ്യ എന്ന് എഴുതിയാൽ നമ്മൾ പ്രകൃതി ദുരന്തത്തിൽ ബാധിച്ചവരോട് പെരുമാറണം. ബിൽ വുദ്ദി വൽ മഹബ്ബത്തി, ബിൽ വുദ്ദി സ്നേഹത്തോട് കൂടി, വൽ മഹബ്ബത്തി അതും സ്നേഹം എന്നുള്ള അർത്ഥം തന്നെയാണ്. സ്നേഹത്തോടും അനുകമ്പയോടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പെരുമാറണം എന്നാണ്. അടുത്തത് നഖറഉ വനഫ്ഹമു. നഖറഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അറബിയിൽ. അതിൽ ചില വാക്കുകൾ റെഡ് എങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലഇബ സാമിറുൻ ഖുറത്തൽ ഖദം. ലഇബ കളിച്ചു, സാമിർ സാമിർ കളിച്ചു, ഖുറത്തൽ ഖദം. എന്താണ് ഖുറത്തൽ ഖദം? ഫുട്ബോൾ അല്ലേ. സാമിർ ഫുട്ബോൾ കളിച്ചു. ഇനി അതിൻ്റെ നേരെ എന്താണ്? ലഇബൻ്റെ അവിടെ യൽഅബു എന്ന് ആയിട്ടുണ്ട് അല്ലേ, വേറെ അതിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ യൽഅബു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്യൂച്ചറാണ് അല്ലേ. ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പ്രസൻ്റാണ്. രണ്ടിനും അറബിയിൽ ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ എന്തുണ്ട്? പാസ്റ്റ് ഉണ്ട്, പ്രസൻ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട് അല്ലേ. എന്നാൽ അറബിയിൽ പാസ്റ്റ് ഉണ്ട്, പിന്നെ പ്രസൻറ്റിനും ഫ്യൂച്ചറിനും ഒരേ ടേമാണ് ഉപയോഗിക്കുക, ഒരേ വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ലഇബ എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്, കളിച്ചു, സാമിർ കളിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. യൽഅബു എന്ന് പറഞ്ഞാൽ കളിക്കും, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ കളിക്കുന്നു, ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുക, സാമിർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ രണ്ടർത്ഥവും പറയും. ഓക്കെ, സാമിർ ഫുട്ബോൾ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. നമുക്കിവിടെ കളിക്കും ഫ്യൂച്ചർ അർത്ഥം. ഓക്കെ, അടുത്തത് സറഅ ഹാമിദുൻ ഫിൽ ഹഖലി. സറഅ കൃഷി ചെയ്തു, ഹാമിദ് കൃഷി ചെയ്തു, ഫിൽ ഹഖലി വയലിൽ. ഇനി അതിൻ്റെ മുളാരി എന്തായിരിക്കും? ഇതിന് മാദി മുളാരി എന്ന് പറയാം കേട്ടോ. അതായത് മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യം. മാദി കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ്, പാസ്റ്റ് ടെൻസാണ്. അതിന് നമ്മൾ മലയാളത്തിൽ എന്താണ് പറയുക? ഭൂതകാലം എന്നാണ് പറയുക. എന്താണ് പറയുക? ഭൂതകാലം, അതായത് കഴിഞ്ഞ കാലം. പിന്നെ മുദാരി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലമാണ്. വരാനിരിക്കുന്ന കാലം ഫ്യൂച്ചർ ടെൻസാണ്. അതിന് നമ്മൾ മലയാളത്തിൽ ഭാവി കാലം എന്ന് പറയും. അപ്പോൾ യസ്റഉ ഹാമിദുൻ ഫിൽ ഹഖലി, ഹാമിദ് വയലിൽ കൃഷി ചെയ്യും. മൂന്നാമത്തെ എന്താണ്? കതബത് നസീമത്തു അദ്ദർസ. കതബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുതി അല്ലേ. കതബ എന്ന് പറഞ്ഞാൽ എഴുതി. കതബത് കാരണം എന്താ? അവിടെ മുഅന്നസാണ് അല്ലേ, പെണ്ണാണ്. നസീമത്തു, നസീമ പെണ്ണായതുകൊണ്ട് കതബ എന്നുള്ളത് കതബത് എന്നായി. നസീമ എഴുതി, അദ്ദർസ പാഠം എഴുതി. തക്തുബു നസീമത്തു ദർസ, നസീമ പാഠം എഴുതും. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ രണ്ടുദാഹരണം പിന്നെയുള്ള രണ്ടുദാഹരണം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? താഉ കൂടി ചേർന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ലഇബ സാമിർ, സാമിർ മുദക്കറാണ് അല്ലേ, പുരുഷനാണ്. സറഅ ഹാമിദുൻ, ഹാമിദും പുരുഷനാണ്. ഇനി മൂന്നാമത്തെ നാലാമത്തെ നസീമിയും ഖദീജയും ആയപ്പോൾ എന്തായി? കതബ എന്നാണോ? കതബത്ത്, ഒരു താഉ കൂടി വന്നു അല്ലേ. ഇനി മുദാരി ആയ ഫീൽഡ് നോക്കൂ, അതായത് ഇപ്പുറത്തെ കോളത്തിലുള്ള ഫീൽഡ് നോക്കൂ. യൽഅബു യസ്റഉ, യാവ് കൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. കാരണം എന്താ? സാമിറും ഹാമിദും വന്നപ്പോൾ. പിന്നെ അത് പെണ്ണായി മാറിയപ്പോൾ, മുഅന്നസായപ്പോൾ, നസീമയും ഖദീജയും ആയപ്പോൾ യാ മാറി താ ആയി. തക്തുബു എന്നും തുസാഇദു എന്നും ആയി മാറി. അപ്പോൾ നമ്മൾ മുദക്കറും മുഅന്നസും നമ്മൾക്ക് മാറിപ്പോകരുത്. നമ്മളത് ചേഞ്ച് പ്രത്യേകം നോക്കി മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കണം. അത് നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാദിയും മുദാരിയുമാണ്. ഓക്കെ, നാലാമത്തെ എന്താണ് ഉദാഹരണം? സാഅദത് ഖദീജത്തു ഉമ്മഹ. സാഅദത് സഹായിച്ചു, ഖദീജത്തു ഖദീജ സഹായിച്ചു, ഉമ്മ ഉമ്മയെ, ഹാ അവളുടെ അല്ലേ. ഹാ എന്ന് കൂടി ചേർന്നാൽ അവളുടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഖദീജ അവളുടെ ഉമ്മയെ സഹായിച്ചു. തുസാഇദു ഖദീജത്തു ഉമ്മഹ, ഖദീജ അവളുടെ ഉമ്മയെ സഹായിക്കും. ഓക്കെ, അതും കഴിഞ്ഞു.
ഇനി അടുത്തത് എന്താണ്? അടുത്തതൊരു വർക്കാണ് നഖ്താറു മിനൻ നസ്സി. നമുക്ക് പാഠഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കാം മാദിയും മുദാരിയും. അപ്പം മാദി എന്താണ് മുദാരി എന്താണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പാഠഭാഗത്തു നിന്ന് അത് തിരഞ്ഞെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. നിങ്ങൾ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് അയച്ചു തന്നാൽ ഞാനത് നോക്കും. അതുപോലെ തന്നെ അതിലെന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരികയും ചെയ്യും. വർക്ക് നേരിട്ട് നാം പറഞ്ഞു തരില്ല, പക്ഷേ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ, പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും. വർക്ക് പറഞ്ഞു തരും, അത് മനസ്സിലാക്കി തരും. അത് നിങ്ങൾ ചെയ്താൽ ഞാനത് നോക്കിയിട്ട് ക്ലിയർ ആണോ എന്നും പറഞ്ഞു തരും സമയത്തിനനുസരിച്ച്. പെട്ടെന്ന് തന്നെ മറുപടി കിട്ടില്ല, ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 വർക്കുകളും പറഞ്ഞു. ഇനി നമ്മൾ വർക്കുകൾ ഇത്ര വിശദമായിട്ട് പറയൂല. വർക്കുകൾ വേണമെന്നുള്ളവർ, പഠിക്കാൻ റെഡിയായിട്ടുള്ള നല്ല ഉഷാറുള്ളവരെന്ത് ചെയ്യുക, കാരണം ഇത് നമ്മൾ പാഠം ഇങ്ങനെ എടുത്തു പോയിട്ട് കേട്ടിട്ട് കാര്യമില്ല, വർക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പാഠം മനസ്സിലാകുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വർക്കുകൾ ചെയ്യണം. വർക്കുകൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാഠം മനസ്സിലായി എന്നതാണ്. പാഠം നമ്മൾ വായിച്ചർത്ഥം വെച്ചിട്ട് അതിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടൂല. നമ്മളെന്ത് ചെയ്യണം, വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവുക. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഒന്നും അറിയില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ ചോദിച്ചോ, നമുക്ക് കഴിയുന്നത്ര പഠിക്കാം. ഓക്കെ, ഇനി 11ാമത്തെ പേജാണ്. അപ്പോൾ ഓരോ പേജുകൾ കഴിയുമ്പോൾ നിങ്ങൾ പേജിൻ്റെ നമ്പർ ഇട്ടിട്ട് അർത്ഥങ്ങൾ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ പെട്ടെന്ന് പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ നല്ലതാണ്. ഓരോ പേജും ഓരോ വർക്കുകളും നമ്പർ ഇട്ട് അത് എത്രാമത്തെ പേജിലാണെന്നൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അതെന്ത് ചെയ്യുക, പിന്നീട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നഖറഉൽ ഖിസ്സ, നമുക്ക് കഥ വായിക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. അൽ ഖിസ്സ, കഥ. താഴെ ഒരു കഥ കൊടുക്കുന്നുണ്ട്. 11ാമത്തെ പേജിലാണ്. വനസ്തഖ്രിജു, നമുക്ക് പുറത്തെടുക്കാം. അൽ അഫ്ആൽ, ഫിഅലുകളെ. അൽ മാദിയ, മാദിയായ ഫിഅലുകളെ. വൽ മുദാരിഅ, മുദാരിആയ ഫിഅലുകളെയും. ഇപ്പോൾ താഴെ ഇനിയൊരു നിങ്ങൾ 10ാമത്തെ പേജിൽ ഞാൻ പറഞ്ഞ മാദി മുദാരിയും ആദ്യത്തെ പാഠം, അതായത് നമ്മൾ യൂട്യൂബർ പറഞ്ഞ പാഠം ഉണ്ടല്ലോ 9ാമത്തെ പേജിൽ, അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാണെങ്കിൽ ഞാനത് നോക്കാം കേട്ടോ. ഇനി 11ാമത്തെ പേജിൽ നമുക്ക് സെയിം വർക്കാണ് വരുന്നത്. മാദിയും മുദാരിയും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാനാണ്. നമുക്ക് പാഠം വായിക്കാം, കഥ വായിക്കാം. റജഅ ഗനിയുൻ, ഒരു മിനിറ്റ്, ഞാൻ പാഠം വായിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. പാസ്റ്റിൻ്റെ അർത്ഥം വരുന്നത് വാക്യം ഏതാണ് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൻ്റെ ഏതാണ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, റജഅ ഗനിയുൻ ഇലാ ഖസ്രിഹി ഫീ ലൈലത്തിൻ ബാരിദത്തിൻ. റജഅ, മടങ്ങി. റജഅ ഗനിയുൻ, ഗനി എന്ന് പറഞ്ഞാൽ ധനികൻ, ധനികനായ മനുഷ്യൻ മടങ്ങി. ഇലാ, ഇല എന്ന് പറഞ്ഞാൽ എന്താണ്, ലേക്ക്. ഇലാ ഖസ്രിഹി, ഖസ്ർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, കൊട്ടാരത്തിലേക്ക്. ഖസ്രിഹി, തൻ്റെ, അവൻ്റെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ തൻ്റെ അല്ലേ, സ്വന്തമായിട്ട് പറയണമ്പോൾ തൻ്റെ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവൻ്റെ എന്നും പറയാം. ധനികനായ മനുഷ്യൻ അവൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അപ്പോൾ വീട്ടിലേക്ക് എന്നെങ്ങനെയായിരിക്കും പറയാം? ഇലൽ ബൈത്തി, വീട്ടിലേക്ക് അല്ലേ. മദ്രസയിലേക്ക് എന്നെങ്ങനെ പറയാം? ഇലൽ മദ്രസ. ഓക്കെ, എൻ്റെ വീട്ടിലേക്ക് എന്നെങ്ങനെ പറയാം? ഇല ബൈത്തി, എൻ്റെ വീട്ടിലേക്ക് അല്ലേ. അവൻ്റെ വീട്ടിലേക്ക് എന്നെങ്ങനെ പറയാം? എന്താ നമ്മൾ ചേർത്ത് കൊടുത്ത്? ഹു അല്ലേ. അപ്പം ഇവിടെ ഇലാ ബൈത്തി ഹു എന്നല്ല പറയാ, ഇലാ ബൈത്തി ഹി. ഓക്കെ, കെസറാണ് വരിക. ഇലാ ബൈത്തി ഹി, അവൻ്റെ വീട്ടിലേക്ക്. അവളുടെ വീട്ടിലേക്കോ? ഇലാ ബൈത്തി ഹാ, ഇലാ ബൈത്തി ഹാ, അവളുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്കോ? നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇലാ ബൈത്തിന, നമ്മുടെ വീട്ടിലേക്ക്. ഓക്കെ, നമുക്കിത് വായിക്കാം. ധനികനായ മനുഷ്യൻ മടങ്ങി. ഇലാ ഖസ്രിഹി, അവൻ്റെ കൊട്ടാരത്തിലേക്ക്. ഫീ, അല്ലേ, ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീ ലൈലത്തിൻ, രാത്രിയിൽ, ഒരു രാത്രിയിൽ. ബാരിദത്തിൻ, തണുപ്പുള്ള ഒരു രാത്രിയിലാണ് ധനികനായ മനുഷ്യൻ അവൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. റഅൽ ഗനിയു, റഅ, കണ്ടു. അൽ ഗനിയു, ധനികനായ ആൾ കണ്ടു.
അജൂസൻ വൃദ്ധനായ ഒരാളെ, വൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടു. യഖിഫു അയാൾ നിൽക്കുന്നു. അമാമ അമാമ എന്താണ്? മുമ്പിൽ. അമാമ ബൈത്തി വീടിൻ്റെ മുമ്പിൽ. അമാമ ബൈത്തിഹി അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഫസഅലഹു ഫസഅല ഫ അപ്പോൾ സഅല ചോദിച്ചു. ആരാ ചോദിച്ചത്? ധനികനായ ആൾ ചോദിച്ചു. ഹു അവനോട്. ആരോട്? വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൽ. ഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഹൽ തശ്ഉറു ബിൽ ബർദി, ഹൽ ആണോ, തശ്ഉറു നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ, തശ്ഉറു നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ, ബിൽ ബർദി തണുപ്പ്, നിനക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ധനികനായ ആള് ഈ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു. അജാബ മറുപടി പറഞ്ഞു. അജാബൽ അജൂസു വൃദ്ധനായ മനുഷ്യൻ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നഅം അതെ, എനിക്ക് നല്ല തണുപ്പുണ്ട്, തണുപ്പ് തോന്നുന്നുണ്ട്, തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഖാലൽ ഖനിയു അപ്പോൾ ധനികനായ മനുഷ്യൻ പറഞ്ഞു. അദ്ഖുലുൽ ഖസ്റ വ ആമുറു ഖാദിമി. അദ്ഖുലു ഞാൻ പ്രവേശിക്കും. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ്. അദ്ഖുലു ഞാൻ പ്രവേശിക്കും. അൽ ഖസ്റ കൊട്ടാരത്തിലേക്ക്. വ ആമുറു എന്നിട്ട് ഞാൻ കൽപ്പിക്കും. ഖാദിമി അല്ലേ? മീ എന്ന് പറഞ്ഞാൽ കലമി എൻ്റെ പേന, കിതാബി എൻ്റെ പുസ്തകം, ഖാദിമി എൻ്റെ സേവകർ. ഖാദിമ് എന്ന് പറഞ്ഞാൽ ആരാണ്? സേവകൻ. അപ്പോൾ ഖാദിമി എൻ്റെ സേവകനോട് ഞാൻ കൽപ്പിക്കും. എന്താ കൽപ്പിക്കുക? അയ്യുഅ്തിയക അയ്യുഅ്തിയ നൽകാൻ, ക നിനക്ക്, അയ്യുഅ്തിയക നിനക്ക് നൽകാൻ വേണ്ടി കൽപ്പിക്കും. മിഅ്തഫൻ മിഅ്തഫൻ ഒരു ഓവർ കോട്ട്. മിഅ്തഫ് എന്ന് പറഞ്ഞാൽ തണുപ്പിനിടുന്ന കോട്ടാണ്. അല്ല തണുക്കുമ്പം ഡ്രസ് ഇട്ടതിന് ശേഷം മേലെ കൂടെ നമ്മൾ ഇടുന്ന സ്വെറ്റർ, ഓവർ കോട്ടിനാണ് മിഅ്തഫ് എന്ന് പറയാം. ഫഫരിഹൽ അജൂസ് ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഫരിഹ സന്തോഷിച്ചു, ഫഫരിഹ അപ്പോൾ സന്തോഷിച്ചു, അൽ അജൂസു വൃദ്ധനായ മനുഷ്യൻ. ലാകിന്ന പക്ഷേ തീർച്ചയായും അൽ ഖനിയ ഈ ധനികനായ മനുഷ്യൻ നസിയ മറന്നു, വഅദഹു തൻ്റെ വാഗ്ദാനത്തെ. ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ പോയിട്ട് എൻ്റെ സേവകരോട് നിനക്കൊരു ഓവർകോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ധനികനായ മനുഷ്യൻ പോയി. പക്ഷെ അയാൾ മറന്നുപോയി. വനസിയ വഅദഹു അദ്ദേഹം തൻ്റെ വാഗ്ദാനം മറന്നുപോയി. നസിയ എന്ന് പറഞ്ഞാൽ മറന്നുപോയി. ഫിസ്വബാഹി പ്രഭാതത്തിൽ, രാവിലെ ആയപ്പോൾ, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ പ്രഭാതത്തിൽ, ലം യജിദ് ലം യജിദ് എന്ന് പറഞ്ഞാൽ ധനികന് പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ അയാൾ പോയി നോക്കുമ്പം ലം യജിദ് അയാൾ കണ്ടില്ല. കണ്ടില്ല എന്നല്ല, ലം യജിദ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാണ്. ലം യജിദ് അയാൾ കണ്ടെത്തിയില്ല അൽ അജൂസ വൃദ്ധനായ മനുഷ്യൻ അവിടെ ഒന്നുമില്ല. ബൽ എന്നാൽ, ബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ, മറിച്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ലാക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ്, ബട്ട് എന്നുള്ള അർത്ഥം. ബൽ എന്നാൽ, കാനത്ത് ഉണ്ടായിരുന്നു. കാനത്ത് എന്ന് പറഞ്ഞാൽ, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു അല്ലേ? കാനത്ത് എന്ന് പറഞ്ഞാൽ മുഅന്നസാണ്. കാനത്ത് ആയിരുന്നു. ഹുനാക്ക അവിടെ ആയിരുന്നു. അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. വറഖത്തുൻ ഒരു പേപ്പർ. വറഖത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ. കുത്തിബ ഫീഹ കുത്തിബ എഴുതപ്പെട്ടിട്ടുണ്ട്. ഫീഹ അതിൽ, ഫീഹ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത്? അയ്യുഹൽ അഹു അയ്യുഹൽ അഹു എൻ്റെ സഹോദര. അയ്യുഹൽ അഹു എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നില്ല, അയ്യുഹൽ അഹു സഹോദര. കുൻതു കാന എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരുന്നു അല്ലേ? കുൻതു ഞാനായിരുന്നു. അതഹമ്മലു ഞാൻ സഹിക്കുകയായിരുന്നു. അൽ ബർദ തണുപ്പ് സഹിക്കുകയായിരുന്നു. തൂലല്ലൈല രാത്രി മുഴുവൻ. തൂലല്ലൈല എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും. വൻ തളർത്തുക ഇൻതളറ എന്ന് പറഞ്ഞാൽ കാത്തു നിന്നു. ഇൻതളർത്തു ഞാൻ കാത്തു നിന്നു. ക നിന്നെ. വൻ തളർത്തുക ഞാൻ കാത്തു നിൽക്കുകയും ചെയ്തു. ഇല സ്വബാഹി പ്രഭാതം വരേക്കും ഞാൻ കാത്തു നിൽക്കുകയും ചെയ്തു. വലാകിന്നക പക്ഷേ തീർച്ചയായും നീ നസീതനി നീ എന്നെ മറന്നു. നസീത നസിയ എന്ന് പറഞ്ഞാൽ മറന്നു.
നസീത നീ മറന്നു, നീ എന്നെ നസീതനി പക്ഷേ തീർച്ചയായും നീ എന്നെ മറന്നു കളഞ്ഞു എന്നാണ്. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ ഈ കഥയിൽ നിന്ന് വെറും 6 വരെയുള്ളൊരു കഥയാണ്. അതിൽ നിന്ന് മാദിയായ ഫീലുകളും മുദാരിയായ ഫീലുകളും എടുത്ത് വേറെ വേറെ മാറ്റി എഴുതാനാണ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് ആദ്യത്തെ ക്ലാസ്സാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ രീതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറക്കണമെങ്കിലൊക്കെ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ആ നമ്പർ താഴെ കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും പാഠം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠം നമ്മൾ ലാ തഹ്സൻ എന്ന പാഠമാണ്. 12ാമത്തെ പേജ് മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് സംസാരിക്കാം. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ. ഇതങ്ങനെ പറഞ്ഞാൽ ജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ. താങ്ക് യു എന്ന് നമ്മൾ പറയൂലേ, അതിന് അറബി പറയുന്നതാണ് അല്ലേ. കുറേ ആൾക്കാർക്ക് അറിയാം. ജസാക്കുമുല്ലാഹു ഖൈറ. വആഖിറ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.